ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ഈ വീഡിയോയിലൂടെ വില്യംസൺ മോഡൽ ഓഫ് മാനേജീരിയൽ ഡിസ്ക്രിപ്ഷൻ എന്താണെന്ന് മനസ്സിലാക്കാം. ഇത് 1964 ഒലിവർ ഇ വില്യംസൺ എന്ന എക്കണോമിസ്റ്റ് ഡെവലപ്പ് ചെയ്ത മോഡലാണ്. ഇതിൽ പറഞ്ഞ ഇത്രയേ ഉള്ളൂ, വലിയ ഫേംസ് അതായത് ലാർജ് കോർപ്പറേഷൻസിലെ മാനേജേഴ്സ് അവരെന്താണ് ചെയ്യുന്നത്? അവർ സാധാരണ മാനേജേഴ്സ് പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാനാണ് നോക്കുന്നത്. എന്നാൽ ചില ലാർജ് ഫേംസിലെ മാനേജേഴ്സ് പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുക എന്ന എയിംസിന് പകരം അതിൽ നിന്ന് വ്യതിചലിച്ചിട്ട് അവർ അവരുടെ പേഴ്സണൽ യൂട്ടിലിറ്റീസ് മാക്സിമൈസ് ചെയ്യാൻ നോക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം മാർക്കറ്റ് ഷെയർ അച്ചീവ് ചെയ്യുക, കൂടുതൽ പ്രൊഡക്റ്റ് ഉൽപ്പാദിപ്പിക്കുക, പ്രൊഡക്റ്റ് ഡൈവേഴ്സിഫിക്കേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ അത് പ്രോഫിറ്റ് മാക്സിമൈസേഷന് പകരം ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുന്നു. ഓക്കെ, ഇതാണ് ഈ വീഡിയോയിൽ, അതായത് ഈ ഒരു തിയറി പ്രകാരം പറയുന്നത്. നമുക്ക് വിശദമായിട്ട് മനസ്സിലാക്കാം. വീഡിയോയിലേക്ക് കിടക്കാം. Williamson model of managerial discretion. The Williamson model of managerial discretion is a microeconomic theory. ഇതൊരു മൈക്രോ എക്കണോമിക് തിയറി ആണ് കേട്ടോ. പ്രൊപ്പോസ്ഡ് ബൈ ഒലിവർ ഇ വില്യംസൺ ഇൻ 1964. 1964 അദ്ദേഹം ഡെവലപ്പ് ചെയ്തത്. ഫോക്കസിംഗ് ഓൺ ഹൗ മാനേജേഴ്സ് ഇൻ ലാർജ് കോർപ്പറേഷൻസ് മേ നോട്ട് ഓൾവേസ് ആക്ട് ടു മാക്സിമൈസ് പ്രോഫിറ്റ്. അവർ എപ്പോഴും എന്ത് ചെയ്യാൻ ശ്രമിക്കുന്നത്? നേരത്തെ പറഞ്ഞ പോലെ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാൻ ശ്രമിക്കില്ല. ബട്ട് ഇൻസ്റ്റെഡ് പെർസ്യൂ ദെയർ ഓൺ യൂട്ടിലിറ്റി. അത് പേഴ്സണൽ ഗോൾസ് ആണ് ഈ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അത് പെർസ്യൂ ചെയ്യാൻ നോക്കും, അത് നേടിയെടുക്കാൻ നോക്കും. സബ്ജക്ട് ടു എ പ്രോഫിറ്റ് കൺസ്ട്രെയിന്റ്. ഇത്ര പ്രോഫിറ്റ് നമുക്ക് നേടണം എന്നൊരു പ്രോഫിറ്റിന് ഒരു കൺസ്ട്രെയിന്റ് ഉണ്ടാകും കേട്ടോ. അത് പ്രോഫിറ്റിനെ കൂട്ടി കൊണ്ടു പോവുകയല്ല, ഒരു നിശ്ചിതമായ പ്രോഫിറ്റ് നേടിയിട്ട് ബാക്കിയുള്ള ലക്ഷ്യങ്ങൾ ഇതിലേക്ക് ഡൈവേർട്ട് ചെയ്യും, മറ്റ് യൂട്ടിലിറ്റീസ് അച്ചീവ് ചെയ്യുന്നതിലേക്ക് ഡൈവേർട്ട് ചെയ്യും. ഇതിന്റെ കോർ ഐഡിയ എന്ന് പറയുന്നത്, ഇൻ ലാർജ് ഫേംസ് വെയർ ഓണർഷിപ്പ് ആൻഡ് കൺട്രോൾ ആർ സെപ്പറേറ്റഡ്. അതായത് ലാർജ് ഫേംസിൽ ഓണർഷിപ്പും കൺട്രോളും സെപ്പറേറ്റഡ് ആയിരിക്കും. അതായത് ആ ഫേമിന്റെ ഓണർ ഒരാളായിരിക്കും, അദ്ദേഹം ഒരു മാനേജറിനെ എംപ്ലോയ് ചെയ്തിട്ട് ആ മാനേജർ ആയിരിക്കും അത് കൺട്രോൾ ചെയ്യുന്നത്. മനസ്സിലായി? അപ്പം അതാണ് ഉദ്ദേശിച്ചത്. അപ്പം ഇവിടെ എന്ന് പറയുന്നത്, ഈ ഫേംസിന് എന്തായാലും ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടാവുമല്ലോ, അവരുടെ ഷെയർ മേടിച്ച ആൾക്കാരുണ്ടാവും. അവർക്ക് മാക്സിമം പ്രോഫിറ്റ് നേടുന്നതിനാണ് അവർ ഷെയർ മേടിക്കുന്നത്. ഓക്കെ, എന്നാൽ മാനേജേഴ്സ് എന്താണ് ചെയ്യുന്നത്? ബട്ട് മാനേജേഴ്സ് മേ ഹാവ് ഡിഫറൻറ്റ് മോട്ടീവ്സ്. മാനേജേഴ്സിന് ഇപ്പം ഉദാഹരണത്തിന് ജോബ് സെക്യൂരിറ്റി അവർക്ക് വേണം, പെർക്സ് അതായത് ശമ്പളത്തിന് പുറമെ മറ്റ് അലവൻസസ്, ഇപ്പം ചില കമ്പനീസ് കാറ് കൊടുക്കും മാനേജേഴ്സിന്, അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പം ടൂറിസ്റ്റ് പാക്കേജുകൾ കൊടുക്കും, അങ്ങനെയുള്ള കാര്യങ്ങൾ വേണം. പിന്നെ സ്റ്റാഫ് എക്സ്പാൻഷൻ, പ്രസ്റ്റീജ്, കമ്പനിയുടെ ഒരു അഭിമാനം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും മാനേജേഴ്സ് ഫോക്കസ് ചെയ്യുന്നത്. എന്നാൽ ഷെയർ ഹോൾഡേഴ്സിന് എന്താണ്? പ്രോഫിറ്റ് കൂടുതൽ കിട്ടുന്നതിന് വേണ്ടിയാണ് അവർ ശ്രമിക്കുന്നത്. അപ്പം അവിടെ ഒരു ചെറിയൊരു കോൺഫ്ലിക്റ്റ് വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഈ കോർ ഐഡിയ എന്ന് പറയുന്നത്. വില്യംസൺ ആർഗ്യൂഡ് ദാറ്റ്, ഇദ്ദേഹം ആർഗ്യൂ ചെയ്തതിന് വേണ്ടിയാണ്, മാനേജേഴ്സ് ട്രൈ ടു മാക്സിമൈസ് ദെയർ ഓൺ യൂട്ടിലിറ്റി ഫംഗ്ഷൻ വിച്ച് ഇൻക്ലൂഡ്സ്. അതായത് മാനേജേഴ്സ് എന്താണ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവരുടെ ഓൺ ആയിട്ടുള്ള യൂട്ടിലിറ്റി ഫംഗ്ഷൻ ഇമ്പ്രൂവ് ചെയ്യാനാണ് നോക്കുന്നത്. ഏതൊക്കെയാണ് യൂട്ടിലിറ്റി ഫംഗ്ഷൻസ്? സ്റ്റാഫ് എക്സ്പെൻഡിച്ചർ. അപ്പോൾ സ്റ്റാഫ് എക്സ്പെൻഡിച്ചർ വെച്ചാൽ മോർ എംപ്ലോയീസ് ഈക്വൽ ടു മോർ പ്രസ്റ്റീജ് ആൻഡ് ഈസിയർ വർക്ക് ഡിസ്ട്രിബ്യൂഷൻ. അപ്പം കൂടുതൽ എംപ്ലോയീസ് വരാൻ നേരത്ത് കൂടുതൽ പ്രസ്റ്റീജ്, കമ്പനി കൂടുതൽ പ്രസ്റ്റീജ് ആണ്, കൂടുതൽ അഭിമാനം കമ്പനിക്ക് ഉണ്ടാവുകയാണ്. അപ്പോൾ ഈസിയർ വർക്ക് ഡിസ്ട്രിബ്യൂഷൻ ആണ്. പെട്ടെന്ന് ആൾക്കാർക്ക് എന്താണ്, അതായത് ജോലിക്ക് എന്താണ് തടസ്സം ഉണ്ടാകത്തില്ല, പെട്ടെന്ന് ആൾക്കാർ അവൈലബിൾ ആണ്. അങ്ങനെ അതൊരു ഒരു യൂട്ടിലിറ്റി ഫംഗ്ഷൻ ആണ്. അത് മാനേജറിയൽ പെർക്സ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലക്ഷറി ഓഫീസസ്, കാർസ്, ട്രാവൽ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ എയിം ചെയ്യും. പിന്നെ സാലറീസ് ഫോർ ദംസെൽവ്സ് ആൻഡ് ലോയൽ സബോർഡിനേറ്റ്സ്. നല്ല വർക്കേഴ്സിനും അവർക്ക് തന്നെയും അവരെന്ത് ചെയ്യും? നല്ല സാലറി അവർ പ്രിഫർ ചെയ്യും. പിന്നെ അത് മാത്രമല്ല, ഡിസ്ക്രിഷണറി ഇൻവെസ്റ്റ്മെന്റ് ഇൻ പ്രൊജക്ട് ദേ ലൈക്ക്. അവർ പല രീതിയിൽ വിവിധങ്ങളായിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റുകൾ നടത്താൻ അവർ താല്പര്യം പ്രകടിപ്പിക്കും. ഇതൊക്കെയാണ് ഇങ്ങനെയൊക്കെ ചെയ്യുമെന്നാണ് വില്യംസൺ ആർഗ്യൂ ചെയ്തത്. എന്നാൽ മാനേജേഴ്സ് കാണ്ട് ഇഗ്നോർ പ്രോഫിറ്റ് എൻറ്റയർലി. പൂർണ്ണമായിട്ടും ഈ പ്രോഫിറ്റിന്റെ ആ ഒരു ലക്ഷ്യം പൂർണ്ണമായിട്ടും അവർക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ല. ദേ മസ്റ്റ് മീറ്റ് എ മിനിമം പ്രോഫിറ്റ് കൺസ്ട്രെയിന്റ് ടു സാറ്റിസ്ഫൈ ഷെയർ ഹോൾഡേഴ്സ് ആൻഡ് കീപ് ദെയർ ജോബ്സ്. അവരുടെ തന്നെ ജോലി സംരക്ഷിക്കുന്നതിനും ഷെയർ ഹോൾഡേഴ്സിനെ സാറ്റിസ്ഫൈ ചെയ്യുന്നതിനും ഒരു മിനിമം പ്രോഫിറ്റ് അച്ചീവ് ചെയ്തേ പറ്റൂ. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ അസംഷൻസ് നോക്കാം. ഒരു ഒന്നാമത്തേത്, സെപ്പറേഷൻ ഓഫ് ഓണർഷിപ്പ് ആൻഡ് മാനേജ്മെന്റ് ഇൻ ലാർജ് ഫേംസ്. അത് ലാർജ് ഫേംസിൽ ഓണർഷിപ്പും മാനേജ്മെന്റും സെപ്പറേറ്റ് ആയിരിക്കും. ഓക്കെ, അത് ഞാൻ നേരത്തെ പറഞ്ഞതാണ്. അടുത്തത്, മാനേജേഴ്സ് എയിം ടു മാക്സിമൈസ് ദെയർ യൂട്ടിലിറ്റി. മാനേജേഴ്സ് യൂട്ടിലിറ്റി മാക്സിമൈസ് ചെയ്യാനാണ് നോക്കുന്നത്, ഇതല്ല ഫേംസിന്റെ പ്രോഫിറ്റ് അല്ല. അടുത്തെന്ന് പറയുന്നത്, ഷെയർ ഹോൾഡേഴ്സ് ഇമ്പോസ് എ മിനിമം പ്രോഫിറ്റ് കൺസ്ട്രെയിൻസ്. അതായത് ഷെയർ ഹോൾഡേഴ്സിന്റെ ആവശ്യം എന്താണ്? അവർക്ക് മിനിമം ഒരു പ്രോഫിറ്റ്, അതിനുവേണ്ടിയാണല്ലോ അവർ ഷെയർ മേടിക്കുന്നത്. അപ്പോൾ അത് ഇങ്ങനെയാണ് സൂചിപ്പിക്കുന്നത്, പൈ ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു പൈ സീറോ. അത് ഡയഗ്രാം പറയുമ്പോഴത്തേക്ക് വ്യക്തമാക്കാം ഇതെന്താണെന്ന്. ഓക്കെ, അടുത്തത്, യൂട്ടിലിറ്റി ഡിപ്പെൻഡ്സ് മെയിൻലി ഓൺ. അതായത് യൂട്ടിലിറ്റി എന്ന് പറയുന്നത് ഈ മൂന്ന് കാര്യങ്ങളിലാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. സ്റ്റാഫ് എക്സ്പെൻഡിച്ചർ, അത് എസ് എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നു ഇതിലും, മാനേജീരിയൽ പെർക്സ് എം എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നു ഇതിലും, പിന്നെ ഡിസ്ക്രിഷണറി ഇൻവെസ്റ്റ്മെന്റ്, അതായത് വിവേചനപരമായിട്ടുള്ള, അതായത് വിവേകമുള്ള പല രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റുകൾ നടത്തുന്നു എന്നുള്ളത്. അപ്പോൾ ഈ SMIE ഈ കാര്യങ്ങളിലാണ് എന്ത് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്? യൂട്ടിലിറ്റി ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഒരു ഇക്വേഷൻ വരുന്നുണ്ട്, ഞാൻ പറയാം. ഓക്കെ, ഇത് ഒരു അസംഷൻ ആണ്. അടുത്തത്, അഞ്ചാമത്തെ അസംഷൻ, ഡിമാൻഡ് ആൻഡ് കോസ്റ്റ് ഫങ്ഷൻസ് ആർ നോൺ
ആൻഡ് സ്റ്റേബിൾ ഇൻ ദ ഷോർട്ട് റൺ. അതായത് ഡിമാൻഡ് ഫംഗ്ഷൻ, കോസ്റ്റ് ഫംഗ്ഷൻ എല്ലാം മാനേജേഴ്സിന് അറിയാവുന്നതാണ്. അവർക്ക് ഇങ്ങനെയാണ് ഡിമാൻഡ് ഫംഗ്ഷൻ, അതായത് ഇവരുടെ പ്രൊഡക്റ്റ് ഇത്രയും ഡിമാൻഡ് ചെയ്യും, അതിന്റെ കോസ്റ്റ് ഇത്രയാണ് എന്നൊക്കെ ഒരു അണ്ടർസ്റ്റുഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അത് മാത്രമല്ല സ്റ്റേബിൾ ആയിട്ടുള്ളതുമാണ്. അത് ഇങ്ങനെ വേരി ചെയ്യുന്നില്ല എപ്പോഴും ഷോർട്ട് റണ്ണിൽ. ലോങ് റണ്ണിൽ വേരി ചെയ്തേക്കാം, എന്തായാലും ഷോർട്ട് റണ്ണിൽ വേരി ചെയ്യുന്നില്ല. ഇത്രയും അസംഷൻസ് ആണ് ഇതിനുള്ളത്. ഇനി ഇദ്ദേഹം ഇതിനൊരു യൂട്ടിലിറ്റി ഫംഗ്ഷൻ പറയുന്നുണ്ട്. അതൊരു ഇക്വേഷൻ ആണ്. വില്യംസൺ എക്സ്പ്രസ്ഡ് മാനേജറിയൽ യൂട്ടിലിറ്റി ആസ്, അത് നേരത്തെ സെന്റൻസ് ആയിട്ട് പറഞ്ഞത് ഒരു ഇക്വേഷനിൽ പറയുന്നുള്ളൂ കേട്ടോ, വേറെ വ്യത്യാസമൊന്നുമില്ല. യു ഈസ് ഈക്വൽ ടു ഫംഗ്ഷൻ ഓഫ് എസ് എം ഐ. അത് യു എന്ന് പറയുന്നത് മാനേജറിയൽ യൂട്ടിലിറ്റി, അത് ഏതിന്റെയൊക്കെ ഫംഗ്ഷൻ ആണ്? എസിന്റെയും എമ്മിന്റെയും ഐയുടെയും ഫംഗ്ഷൻ ആണ്. അതായത് എസ് എന്ന് പറയുന്നത് സ്റ്റാഫ് എക്സ്പെൻഡിച്ചർ, അതായത് നമ്പർ ഓഫ് എംപ്ലോയീസ് ആൻഡ് സാലറീസ്, എത്ര എംപ്ലോയീസ് ഉണ്ട് എന്നുള്ളതും അവർക്ക് കൊടുക്കുന്ന സാലറീസ് എത്രയാണെന്നുള്ളതും. അപ്പോൾ അതാണ് സ്റ്റാഫിന്റെ എക്സ്പെൻഡിച്ചർ എന്നത്. അത് എം എന്ന് പറയുന്നത് മാനേജീരിയൽ പ്ലക്സ് ആൻഡ് എമോളിമെന്റ്സ്. അത് മാനേജീരിയൽ പ്ലക്സ് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. എമോളിമെന്റ് എന്ന് വെച്ചാൽ ശമ്പളം, ഇത്രയേ ഉള്ളൂ, അവർക്ക് കൊടുക്കുന്ന വേതനം. ഓക്കെ, അപ്പം ഇത് പിന്നെ ഐ എന്ന് പറയുന്നത് ഡിസ്ക്രിഷണറി ഇൻവെസ്റ്റ്മെന്റ് എക്സ്പെൻഡിച്ചർ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മാനേജേഴ്സ് ഡിസ്ക്രിഷണറി ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നു. അപ്പൊ ഈ മൂന്നിന്റെയും ഫംഗ്ഷൻ ആണ്. അപ്പം ഈ മൂന്ന് കാര്യങ്ങൾ എങ്ങനെ നടക്കുന്നോ അത് ആ ഒരു ഫംഗ്ഷൻ ആണ് എന്താന്ന് പറയുന്നത്, അവർക്ക് അതിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺ ആണ് അവരുടെ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത് മോശമായി കഴിഞ്ഞാൽ അവരുടെ യൂട്ടിലിറ്റി കുറയും, ഇത് നല്ലതായി കഴിഞ്ഞാൽ അവരുടെ യൂട്ടിലിറ്റി കൂടും. അതാണ് ഈ ഇക്വേഷൻ കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി ഇതിൽ മാനേജേഴ്സ് പ്രോബ്ലം വരുന്നുണ്ട്. ഈ സിറ്റുവേഷനിൽ, ഈ സെനാരിയോയിൽ മാനേജേഴ്സ് നേരിടുന്ന ചില പ്രോബ്ലംസ്, അതായത് പ്രോബ്ലംസ് വെച്ചാൽ കൺസ്ട്രെയിൻസ് ഉണ്ട്. അവർക്ക് അതിനനുസരിച്ച് വർക്ക് ചെയ്തേ പറ്റത്തുള്ളൂ. അതായത് മാനേജേഴ്സ് മാക്സിമൈസ് ദെയർ യൂട്ടിലിറ്റി സബ്ജക്റ്റ് ടു, അവർ യൂട്ടിലിറ്റി നേരത്തെ പറഞ്ഞ 3 യൂട്ടിലിറ്റീസ് അവർ മാക്സിമൈസ് ചെയ്യാൻ നോക്കും. എന്നാൽ അവർക്ക് ചില നിബന്ധനകളുണ്ട്, ചില കൺസ്ട്രെയിൻസ് ഉണ്ട്. അപ്പോൾ ഏതൊക്കെയാണ്? ഒന്നാമത് മിനിമം പ്രോഫിറ്റ് കൺസ്ട്രെയിൻസ് ആണ്. ഷെയർ ഹോൾഡേഴ്സിനെ സാറ്റിസ്ഫൈ ചെയ്യലേ പറ്റത്തുള്ളൂ. അപ്പം പൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു പൈ സീറോ എന്നൊരു കൺസ്ട്രെയിൻറ്റ് ആ ഒരു പ്രോഫിറ്റ് കൺസ്ട്രെയിൻറ്റ് ഇവർക്കുണ്ട്. വേർ പൈ സീറോ ഇസ് ദ മിനിമം അക്സെപ്റ്റബിൾ പ്രോഫിറ്റ് ആണ്. അത് ഇത്രയും പ്രോഫിറ്റ് എങ്കിലും അവർ നേടിയിരിക്കണം, പ്രോഫിറ്റ് ലെവൽ ഫോർ ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്. അടുത്ത രണ്ടാമത്തത് മാർക്കറ്റ് ഡിമാൻഡ് കൺസ്ട്രെയിൻറ്റ് എന്നൊരു കൺസ്ട്രെയിൻറ്റ് ഉണ്ട്. അതായത് സെയിൽസ് കാണ്ട് എക്സീഡ് വാട്ട് ദ മാർക്കറ്റ് വിൽ ബൈ. ഒരുപാട് അങ്ങ് പ്രൊഡ്യൂസ് ചെയ്ത് കൂട്ടാനും പറ്റത്തില്ല. അതായത് മാനേജേഴ്സ് ഇപ്പം പ്രൊഡക്റ്റിന്റെ എണ്ണം കൂട്ടുന്നതിൽ എയിം ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം അത് മേടിക്കാൻ ആളില്ലെന്നുണ്ടെങ്കിൽ പണി കിട്ടും. മനസ്സിലായില്ലേ? ഇങ്ങനെ ഒരു പ്രശ്നം ഇവിടെ ഉണ്ട്. അടുത്തത് ടെക്നോളജിക്കൽ കൺസ്ട്രെയിൻറ്റ് ഉണ്ട്. പ്രൊഡക്ഷൻ കപ്പാസിറ്റി, അതായത് എത്ര ടെക്നോളജി അവർ അഡാപ്റ്റ് ചെയ്യണം. അത് ഇത്ര കൂടുതൽ ടെക്നോളജി ആയിക്കഴിഞ്ഞാലും അത് ഐഡിയലായിപ്പോൾ, അത് ഉപയോഗിക്കാൻ പറ്റാതെ ഇപ്പോൾ, അത് ഡിമാൻഡ് ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ അത് ഐഡിയലായിപ്പോൾ. മനസ്സിലായില്ലേ? അപ്പം അതാണ് പ്രൊഡക്ഷൻ കപ്പാസിറ്റി കൊണ്ട് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഒരു കൺസ്ട്രെയിൻസിൽ നിന്ന് വേണം മാനേജേഴ്സിന് ഇപ്പോൾ അവരുടെ യൂട്ടിലിറ്റി മാക്സിമൈസ് ചെയ്യാൻ നോക്കുന്നതിന് വേണ്ടിയിട്ട്. മനസ്സിലായില്ലേ? അപ്പോൾ ഇതൊക്കെ മാനേജേഴ്സ് പ്രോബ്ലം ആയിട്ടാണ് എടുക്കുന്നത്. ഇതിലൊരു ഡയഗ്രം വരുന്നുണ്ട്, നമുക്കിനി ആ ഡയഗ്രം പരിശോധിക്കാം. ഇതിൽ എക്സ് ആക്സിൽ സ്റ്റാഫ് എക്സ്പെൻഡിച്ചർ, അതായത് എസ് എന്ന അക്ഷരം കൊണ്ടാണ് ഇത് സൂചിപ്പിക്കുന്നത്, അതാണ് എക്സ് ആക്സിൽ കാണിക്കുന്നത്. വൈ ആക്സിൽ ഡിസ്ക്രിഷണറി പ്രോഫിറ്റ്, അതായത് പൈ ഡി എന്നാണ് അത് സൂചിപ്പിക്കുന്നത്. അതായത് അവരുടെ മിനിമം പ്രോഫിറ്റ് കൺസ്ട്രെയിൻറ്റ് കഴിഞ്ഞിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഡിസ്ക്രിഷണറി ഇൻവെസ്റ്റ്മെന്റ് നടത്താനുള്ള പ്രോഫിറ്റ് ആണ് ഈ വൈ ആക്സിൽ സൂചിപ്പിക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഇതിലൊരു ഓറഞ്ച് കളർ കർവ് കാണാം. ആ ഒരു ഇൻവേർട്ടഡ് യു ഷേപ്പിൽ നിൽക്കുന്ന ഒരു ഓറഞ്ച് കളർ കർവ് കാണാം. ഇത് കാണിക്കുന്നത് ഈ സ്റ്റാഫ് എക്സ്പെൻഡിച്ചറും ഡിസ്ക്രിഷണറി പ്രോഫിറ്റും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് ആണ് ഇത് കാണിക്കുന്നത്. ആദ്യം ഇത് റൈസ് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട്, പിന്നെ അത് ഏറ്റവും ടോപ്പിൽ എത്തിയിട്ട് ഇത് ഡിക്ലൈൻ ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം ആ ടോപ്പിൽ എത്തി അതിന്റെ ഹയസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് പൈ മാക്സ് എന്ന് ഞാൻ കൊടുത്തിട്ടുണ്ട്. ആ പൈ മാക്സ് ആണ് അതിന്റെ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത്. അതാണ് അതിന്റെ മാക്സിമം പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, എന്നിട്ട് അത് എക്സസീവ് സ്റ്റാഫ് എക്സ്പെൻഡിച്ചർ, അതായത് സ്റ്റാഫിന്റെ എക്സ്പെൻഡിച്ചർ കൂടുന്നതുകൊണ്ടാണ് അത് ഡിക്ലൈൻ ചെയ്യുന്നത്. മനസ്സിലായി? അത് ഡിക്ലൈൻ ചെയ്ത് അത് ലോവസ്റ്റ് പോയിന്റിൽ എത്തുകയാണ്. ഈ പൈ മാക്സ് എന്ന പോയിന്റിനെ പ്രോഫിറ്റ് മാക്സിമൈസിംഗ് പോയിന്റ് എന്നാണ് അറിയപ്പെടുന്നത്. ഇനി നമുക്ക് ഇതിൽ 3 ഇൻഡിഫറൻസ് കർവ് കാണാം. അത് സാധാരണ കൺസ്യൂമർ ഇൻഡിഫറൻസ് കർവിന്റെ അതേ ആപ്ലിക്കേഷൻ തന്നെയാണ് ഇവിടെ വരുന്നത്. U1, U2, U3 എന്നിങ്ങനെ. ഓക്കെ, അതായത് ഇതെന്ന് പറയുന്നത് ഡിസ്ക്രിഷണറി പ്രോഫിറ്റിൽ നിന്നും സ്റ്റാഫ് എക്സ്പെൻഡിച്ചറിൽ നിന്നും ഡിറൈവ് ചെയ്ത് വരുന്ന മാനേജേഴ്സിന്റെ യൂട്ടിലിറ്റിയാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പം ഹയർ ഇൻഡിഫറൻസ് കർവ് ഷോസ് ഹയർ ലെവൽസ് ഓഫ് സാറ്റിസ്ഫാക്ഷൻ എന്ന് നമുക്കറിയാം. അപ്പം അതിൽ ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത് U3 എന്നുള്ള ഇൻഡിഫറൻസ് കർവ് ആണ്. അപ്പോൾ അവിടെയാണ് ഹയർ മാനേജീരിയൽ സാറ്റിസ്ഫാക്ഷൻ വരുന്നത്. നമുക്കറിയാം ഈ ഇൻഡിഫറൻസ് കർവ് എല്ലാം കോൺവെക്സ് ടു ദ ഒറിജിൻ ആണ് അല്ലേ? അപ്പം ഇതൊക്കെയാണ് സാധാരണ ഇൻഡിഫറൻസ് കർവിന്റെ, അതായത് കൺസ്യൂമർ ഇൻഡിഫറൻസ് കർവിന്റെ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. ഇനി ഇതിലെ ഇക്വിലിബ്രിയം പോയിന്റ് എന്ന് പറയുന്നത് ആ U3 എന്ന് പറയുന്ന ഇൻഡിഫറൻസ് കർവ് നമ്മുടെ ആ ഓറഞ്ച് കളർ പ്രോഫിറ്റ് കർവ് ഇല്ലേ, അതുമായിട്ട് ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് കാണിച്ചിരിക്കുന്നത് ആണ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. E എന്ന് ഡിനോട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് ഹയസ്റ്റ് പോസിബിൾ ആയിട്ടുള്ള ആ ഒരു യൂട്ടിലിറ്റി മാനേജേഴ്സിന് ഇവിടെയാണ് കിട്ടുന്നത്. ഓക്കെ, എന്നാൽ ഈ പോയിന്റ് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇതെന്ന് പറഞ്ഞാൽ അപ്പൊ ഇവിടുത്തെ സ്റ്റാഫ് എക്സ്പെൻഡിച്ചർ വരുന്നത് ആ E എന്ന പോയിന്റിൽ നിന്ന് താഴേക്ക് എക്സ് ആക്സിലേക്ക് ഒരു ലൈൻ വരച്ചിട്ടുണ്ട്. അവിടെ എസ് സ്റ്റാർ എന്നുള്ള എക്സ്പെൻഡിച്ചർ ആണ് മാനേജേഴ്സിന് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്
പൈ മാക്സ് എന്ന് പറയുന്നത് മാക്സിമം പ്രോഫിറ്റ് പൈ മാക്സ് ആണ്. അവിടെ അത്രയും പ്രോഫിറ്റ് ഇവർക്ക് അച്ചീവ് ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ള കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതായത് പൈ മാക്സ് എന്ന പ്രോഫിറ്റിനെക്കാട്ടി താഴെയാണ് ഈ ഇക്വിലിബ്രിയം പോയിന്റ് വരുന്നത് അല്ലേ. അപ്പം ഈ പോയിന്റിൽ ആണ് ഇവർ ഇക്വിലിബ്രിയത്തിൽ എത്തുന്നുണ്ടെങ്കിലും അവർക്ക് മാക്സിമം പ്രോഫിറ്റ് ഈ പോയിന്റിൽ അച്ചീവ് ചെയ്യാൻ കഴിയുന്നില്ല എന്നത് ശ്രദ്ധേയമാണ്. അതിന്റെ കാരണം ഇതാണ്, അവർക്ക് കൂടുതൽ യൂട്ടിലിറ്റി കിട്ടുന്നത് കൂടുതൽ സ്പെൻഡിങ് നടത്തുമ്പോഴത്തേക്ക്, സ്റ്റാഫിലും പെർക്സിലും ഒക്കെ കൂടുതൽ സ്പെൻഡിങ് നടത്തുമ്പോഴാണ് അവർക്ക് കൂടുതൽ യൂട്ടിലിറ്റി കിട്ടുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഇനി ഇതിന്റെ ചില കീ ഇൻസൈറ്റ്സ് ഉണ്ട്. അതായത് നമ്മൾ ഇതിൽ നമുക്ക് എടുത്ത് മനസ്സിലാക്കേണ്ട ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതായത് ഫേംസ് അണ്ടർ വില്യംസൺ അസംഷൻസ് ഷോ, അതായത് ഇതിൽ കാണിക്കുന്ന ഇതാണ് മാനേജീരിയൽ സ്ലാക്ക് ആൻഡ്, അതായത് മാനേജേഴ്സിന്റെ മന്ദഗതി, അതായത് പ്രോഫിറ്റിനോടുള്ള ഒരു അയഞ്ഞ സമീപനം ആൻഡ് നോൺ പ്രോഫിറ്റ് മാക്സിമൈസിങ് ബിഹേവിയർ ഒക്കെയാണ് ഇതിൽ കാണിക്കുന്നത്. ഓക്കെ, അത് മാത്രമല്ല എക്സ്പ്ലെയിൻസ് വൈ സം ഫേംസ് അപ്പിയർ ഓവർ സ്റ്റാഫ്ഡ്. മനസ്സിലായി, ഇത് നേരത്തെ പറയുന്നുണ്ട് ചില മാനേജേഴ്സ് സ്റ്റാഫിന്റെ എണ്ണം കൂട്ടാൻ നോക്കും. അപ്പോൾ എന്തുകൊണ്ടാണ് ചില ഫേംസ് ഓവർ സ്റ്റാഫ്ഡ് ആണെന്നുള്ളതും, അല്ലെന്നുണ്ടെങ്കിൽ ഇൻവെസ്റ്റ് ഇൻ പ്രസ്റ്റീജ് പ്രൊജക്റ്റിലൊക്കെ അവർ ഡിസ്ക്രിഷണറി ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നില്ല. അപ്പൊ ഇതൊക്കെ എങ്ങനെയാണ് സംഭവിക്കുന്നതും ഈ മോഡൽ കാണിക്കുന്നുണ്ട്. ഓക്കെ, അത് മാത്രമല്ല ഇത് പ്രെഡിക്റ്റ് ചെയ്യുന്നുണ്ട്. എന്ത് പ്രെഡിക്റ്റ് ചെയ്യുന്നുണ്ട്? പ്രൈസസ് മൈറ്റ് ബി ലോവർ ആൻഡ് ഔട്ട്പുട്ട് ഹയർ. അതായത് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ മോഡലിനെക്കാട്ടിലും, പ്രോഫിറ്റ് മാക്സിമൈസേഷൻ മോഡൽ അവർ വില കൂട്ടിയാണ് വെക്കാൻ നോക്കുന്നത്. അതിൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഈ മോഡലിൽ എന്താണ്, ചില ഫേംസ് പ്രൈസ് താഴ്ത്തി വെക്കുകയും ഔട്ട്പുട്ട് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്നത്, ഇങ്ങനെ ഒരു പ്രൈസിന്റെ ഒരു ഏറ്റക്കുറച്ചിൽ, ഔട്ട്പുട്ടിന്റെ ഒരു കൂടുതലായിട്ടുള്ള ഔട്ട്പുട്ട് ഉണ്ടാവുന്നത്, ഇതൊക്കെ പ്രെഡിക്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ബട്ട് നോട്ട് നെസസറിലി സോഷ്യലി ഓപ്റ്റിമൽ. അത് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ടെങ്കിലും അത് എന്താകണമെന്നില്ല, സോഷ്യലി ഓപ്റ്റിമൽ ആവണമെന്നില്ല. അത് ആൾക്കാർക്ക് ആവശ്യമായിട്ടുള്ള ഔട്ട്പുട്ട് തന്നെ അതിന് വേണ്ടിയിട്ടാണ് ഇവർ ശ്രമിക്കുന്നത്, അങ്ങനെ ആകണമെന്നില്ല. അവരുടെ പ്രസ്റ്റീജ് കൂട്ടാനാണ് കമ്പനീസ് നോക്കുന്നത്. അതായത് ആൾക്കാരുടെ ഒരു ക്ഷേമത്തിന് വേണ്ടിയല്ല ഇത് ചെയ്യുന്നതെന്നാണ് അത് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയുടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം.